ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2-3 ഡേയ്സ് മുൻപ് നമ്മൾ ഡെലിവറി വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കാണാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമ്മുടെ വീഡിയോസും ചാനലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി പിറ്റേ ദിവസം തന്നെയായിരുന്നു കേട്ടോ ചെറിയ പെരുന്നാൾ വരുന്നത്. ഉമ്മച്ചി മരിച്ച പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ കണക്ക് തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞാപ്പിക്ക് ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ അങ്ങനെ പെരുന്നാളൊക്കെ അവിടെ വീട്ടിൽ തന്നെ ആഘോഷിച്ച് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പ്രസവരക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഉപ്പച്ചി ഇതാ അവനെ എടുത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിലൂടെ നമ്മളും ഉണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ എടുക്കുന്ന തിരക്കിലാണ്. കാരണം നമ്മൾ 30 ഡേയ്സ് പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ദിവസം അവിടെ നിൽക്കാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അതെല്ലാം കെട്ടിപ്പെറുക്കിയെടുത്ത് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുവാണ്. പോണ വൈക്കൽ തന്നെയാണ് നമ്മുടെ ഉമ്മച്ചിൻ്റെ കബർ വരുന്നത്. നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയൊരു സന്തോഷം നടന്നിട്ട് അത് കാണാനും നമ്മുടെ ഉമ്മയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടം വേറെ തന്നെയാണല്ലേ. അങ്ങനെ ഉപ്പച്ചിത അവനെയും കൂട്ടി ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയി കബറൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീണ്ടും പുറപ്പെട്ടു നമ്മുടെ പ്രസവരക്ഷയിലോട്ട്. അതായത് നമ്മൾ ആയുർസൂദിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പ്രസവരക്ഷയൊക്കെ എടുക്കുന്നത് കേട്ടോ. പ്രഗ്നൻസി സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ഓപ്ഷൻ വന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. എന്തായാലും നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഇവിടെ തന്നെ ആവണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലൊക്കെ ഒരു പ്രസവരക്ഷയിലോട്ട് പോകണം തന്നെയായിരുന്നു നമ്മുടെ പ്ലാന്. കാരണം പ്രത്യേകിച്ച് നമ്മളെ നോക്കാനൊന്നും ആരുമില്ല. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ആവും ബെറ്റർ എന്ന് നമുക്ക് തോന്നി. നമ്മൾ ചൂസ് ചെയ്തത് 100% അടിപൊളിയാണെന്ന് നമുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എല്ലാം കൊണ്ടും ഇവിടെ ഉഷാറാണ്. അതായത് ഈ ഒരു പ്രസവരക്ഷൻ്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള ഫുൾ കാര്യങ്ങളായാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പിനെയും കൊണ്ട് ഉപ്പച്ചിത ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്തോട്ട്. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് വന്ന് വെക്കണ തിരക്കിലാണ് കേട്ടോ. അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് ഓരോ സാധനങ്ങൾ കെട്ടിപ്പെറുക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ചേഞ്ച് ആവശ്യമാണെന്നുള്ളത് കേട്ടോ. മേ ബി ഞാൻ വീട്ടിൽ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് മാറിയത് എന്തുകൊണ്ടും ബെറ്ററായി തോന്നിയിട്ടുണ്ട്. നമ്മളവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴേക്ക് അവരുടെ സ്റ്റാഫ് ഇവിടെ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഐശ്വര്യമായിട്ട് തന്നെ ഒരു ഗ്ലാസ് പാലും 2 നേന്ത്രപ്പഴവും കാടമുട്ട ഞാൻ കഴിക്കില്ല ഗൈസ്, അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഡേ അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെതാ രാവിലെ തന്നെ നല്ല ഇളം വെയിലുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പിനെ അനിയത്തിത വെയിലൊക്കെ ഒന്ന് കാണിക്കുവാണ്. പിന്നീടല്ലോ ഞാനിപ്പോൾ ഇത് കുഞ്ഞാപ്പി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേര് മിക്കവാറും കുഞ്ഞാപ്പി ആവുമെന്ന് തോന്നുന്നു. നമ്മൾ ഐബൂട്ടൻ എന്നാണ് അവനെ വിളിക്കല് കേട്ടോ. എസിൻ ഐബക് എന്നാണ് അവൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്കറിയാലോ, നെയിമൊക്കെ നമ്മൾ ഓൾറെഡി റിവീൽ ചെയ്തതാണ് നമ്മുടെ ഡെലിവറി വ്ളോഗിനകത്ത്. അങ്ങനെ എന്താ ഇവരുടെ ചായയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് അപ്പവും ചട്നിയൊക്കെ ആയിരുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ കഴിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ. കാരണം അതിനൊന്നുള്ള സമയം ആയിട്ടില്ല. അങ്ങനെ അവരൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അനിയത്തി അവിടെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഒതുക്കി വെക്കുന്ന തിരക്കിലാണ്. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ ഒഴിച്ചിലും പിഴിച്ചിലും കുളിയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം ഞാനിതാ അങ്ങ് ഇറങ്ങി തിരിക്കുവാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റും കുളിയും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പിനെയും അവരങ്ങ് കുളിപ്പിച്ച് സെറ്റാക്കി തരും കേട്ടോ. എല്ലാത്തിനും ഓരോരോ സ്റ്റാഫാണ്. ഒരു പ്രത്യേക വൃത്തിയും വൈബും ആണ് ഇവിടെ വന്നാൽ അറിയാം. അപ്പോൾ അവനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ 2 പേരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് നമുക്കുള്ള ഫുഡും ഇവിടെ സെറ്റായിരിക്കും. ഒരു പ്രത്യേക ടൈം ടേബിൾ ആയിട്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ആ ഒരു ഫുഡ് തന്നെ സെയിം ഫുഡ് തന്നെ പിറ്റേ ദിവസം അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉള്ളിച്ചോറായിരുന്നു. അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നമുക്കുള്ള ജ്യൂസും ഇവിടെ ഹാജരാകും. ജ്യൂസ് വന്നിട്ട് നമ്മുടെ മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് വയറൊക്കെ സെറ്റാക്കിയിട്ട് ഞാനും കുഞ്ഞാപ്പിയും കൂടെ ഒരു കിടത്തങ്ങോട്ട് കിടക്കും. ഉറങ്ങണ ദിവസം ഉറങ്ങാത്ത ദിവസമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ. പിന്നെ 2
മക്കളും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അവിടെ അപ്പുറത്തെ റൂമിൽ ഇരിക്കുവാണ്. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ആട്ടി വിട്ടിട്ടുണ്ട് രണ്ടാളെയും, കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 1:30 ആകുമ്പോൾ തന്നെ അവരുടെ ഫുഡും ഇവിടെ എത്തും കേട്ടോ. ഫുഡ് വന്നിട്ട് ഇതാ തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു ഇത് പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി എരും പുളിയൊക്കെ കുറവായിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അവർ തരുന്നത്. ബട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ എരിവിൻ്റെ കാര്യത്തിലും പുളിയുടെ കാര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. നമ്മൾ വന്നിട്ട് ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഉപ്പച്ചിയും ഞാനും കുട്ടികളും അനിയത്തിയും കുട്ടിയും ഒക്കെ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നത്. അതിലൊന്നും യാതൊരുവിധ മടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്കില്ല. തേങ്ങാച്ചോറും ബീഫും പപ്പടമൊക്കെ കൂട്ടി നല്ലൊരു ലഞ്ചൊക്കെ പാസ്സാക്കിയതിന് ശേഷം നിഫ്രകുട്ടനും നിഷുകുട്ടനും കൂടെ കൂടിയിട്ട് കുഞ്ഞാപ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് അവരുടെ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ കുട്ടിയുടെ വെള്ളത്തുണികളും അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലക്കി ഉണക്കി കൊടുന്നു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആകെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു സംഭവം മടക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്ക്, അതായത് കറക്റ്റ് 3 മണിയാകുമ്പോഴേക്ക് ഇവരിതാ ഒരു നവധാന്യ കുറുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കുറുക്കും കൂടെ കൊടുന്നു തരും. അങ്ങനെ അതൊക്കെ കുടിച്ച് എനർജിയൊക്കെ ബൂസ്റ്റായി സെറ്റായിരിക്കുമ്പോഴാണ് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടോ. ഇത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരാണ്. റിലേറ്റീവ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരാണ്, വീട്ടുകാരാണ്. അപ്പോൾ അവരൊക്കെ വന്ന് നിഷും നിഫ്രകുട്ടനൊക്കെ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര ഹാപ്പിയാണ് അവർ. പിന്നെ ദാ അവരെല്ലാവരും കൂടെ തിരിച്ച് കുഞ്ഞാപ്പിനൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ദാ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ നിഷും കൂടെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. പറയും നിഷു പോയിട്ട് സങ്കടം ഉണ്ടോ? അന്തല്ലാത്ത പക്ഷെ എൻ്റെ മുഖത്ത് സങ്കടം കാണുന്നുണ്ടല്ലോ, ഒരു കുശുമ്പ് കാണുന്നുണ്ടല്ലോ. ഇതൊരു ബെഡ്ഷീറ്റ് പോയി ചോദിക്കട്ടോ ഓലോട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബെഡ്ഷീറ്റ് ഇടണം. കുഞ്ഞാപ്പി മൂത്രയിച്ചേ. ഓന് വേറെന്താ പണി? എന്താ ഓന് പണി? അത് പറഞ്ഞെന്നാ. പാല് കുടിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? വൈകുന്നേരം ഇന്ന് രായി ആയിരുന്നു അവർ കൊടുന്നതിൻ്റെ കേട്ടോ. റാഗി എന്നൊക്കെയാണ് പറയുക ഗൈസ്. ഞാൻ രായി എന്നേ പറയുള്ളൂ, കാരണം അത് അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിനകത്തോട്ട് കുറച്ച് നേന്ത്രപ്പഴമൊക്കെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഇന്ന് അത്യാവശ്യം ഹെവി ഫുഡ് ആയതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡാണെന്ന് തോന്നുന്നു. ചീര തേങ്ങ അരച്ച കറിയും അതേപോലെ തന്നെ ബീട്രൂട്ട് തോരനും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അത് തന്നെ അൽഹംദുലില്ലാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് പാലും 3 ഈത്തപ്പഴം കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വ്ളോഗിനകത്ത് ഞാൻ കാര്യമായിട്ട് ഇതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് നമ്മുടെ പ്രസവരക്ഷനെ കുറിച്ചിട്ടും നമ്മുടെ വേദ്കുളി അങ്ങനത്തെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.